മഹാഭാരത ചരിത്രത്തിൽ സുപ്രധാനനായി പിന്നീട് കാലയവനികയ്ക്ക് പുറകിൽ മറഞ്ഞ ഒരു വീരന്റെ നാട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അചഞ്ചലമായ, മറ്റെവിടെയും കാണാനാകാത്ത തരത്തിലുള്ള ഗുരുഭക്തിയുടെ ദൃഷ്ടാന്തമായ ഏകലവ്യന്റെ നാട്ടിലേക്കാണ് ഈ യാത്ര. ഗ്രേറ്റർ നോയിഡയ്ക്ക് അടുത്തുള്ള ഗൗതം ബുദ്ധ നഗറിലാണ് ധൻകൗർ എന്ന ഏകലവ്യന്റെ ഗ്രാമം. മഹാഭാരത കാലഘട്ടത്തിൽ കൊടുംകാടായിരുന്ന സ്ഥലത്തു കൂടിയാണ് യാത്ര. യമുന നദിക്കരയിലുള്ള ഗ്രേറ്റർ നോയിഡയാണിത്. 1980കളിൽ ഡൽഹിയിലെ ജനപ്പെരുപ്പവും വികസനവും നിയന്ത്രണാതീതമാകുന്നു എന്ന് മനസ്സിലാക്കിയ അന്നത്തെ കേന്ദ്ര സർക്കാരാണ് സമീപ സംസ്ഥാനമായ ഉത്തർപ്രദേശിലേക്ക് വികസനത്തെ മാറ്റി സ്ഥാപിക്കാൻ തുടക്കമിട്ടത്. അങ്ങനെയാണ് നോയിഡയും ഗ്രേറ്റർ നോയിഡയും വികസിതമായത്. അതിനു മുൻപ് ഗാസിയാബാദ് ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടായിരുന്നു. അതുപോലെ ഹരിയാനയിൽ ഗുഡ്ഗാവും. എന്നാൽ വ്യവസായ സ്ഥാപനങ്ങളോടൊപ്പം ആവാസ മേഖലയും ഇടകലർത്തിയാണ് വളരെ പ്ലാൻഡായി നോയിഡ വളർന്നത്. പിന്നീട് 2000കളിലെ വളർച്ച ത്വരിതഗതിയിലായിരുന്നു. 380 ചതുരശ്ര കിലോമീറ്ററിൽ 124 ഗ്രാമങ്ങൾ ചേർന്നതാണ് ഗ്രേറ്റർ നോയിഡ. ഗ്രേറ്റർ നോയിഡയിലെ ഗൗതം ബുദ്ധ നഗറിലുള്ള ഗ്രാൻഡ് പ്രിക്സ് ഓട്ടോ സർക്യൂട്ടിനെ പറ്റി മിക്കവർക്കും അറിയാമായിരിക്കും. ഫോർമുല 1 പോലെയുള്ള കാർ റേസിംഗ് മത്സരം 2011 ഇവിടെ നടത്തിയിരുന്നു. ധാരാളം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും യൂണിവേഴ്സിറ്റികളും ഇന്ന് ഗ്രേറ്റർ നോയിഡയിലുണ്ട്. IT മേഖലയിലും മറ്റ് ഉൽപാദന മേഖലകളിലും പെട്ട ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ നോയിഡയിലും ഗ്രേറ്റർ നോയിഡയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളികൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. വ്യവസായ സ്ഥാപനങ്ങളോടൊപ്പം ഈ മേഖലയിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും വളർന്നു. അതിനോടൊപ്പം ഈ സ്ഥാപനങ്ങളിലെ ജോലിക്കാരും ഇവിടെയുള്ള ഹൗസിംഗ് കോംപ്ലക്സുകളിൽ വാസമായി. നോയിഡയും വളർന്നു. ഒപ്പം റോഡുകളും മെട്രോ റെയിൽ സംവിധാനങ്ങളും വളർന്നു. $26.5 ബില്യൺ ഗൗതം ബുദ്ധ നഗറിന്റെ മാത്രം GDP. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ GDPയുടെ 10% വരും ഇത്. ഉത്തർപ്രദേശിന്റെ വരുമാനത്തിലെ 25% ഗൗതം ബുദ്ധ നഗറിൽ നിന്നും മാത്രമാണ്. IT, മാനുഫാക്ചറിംഗ്, റിയൽ എസ്റ്റേറ്റ്, മീഡിയ ഇൻഡസ്ട്രി ഇതൊക്കെ തഴച്ചു വളരുകയാണ് ഇന്ന് ഗ്രേറ്റർ നോയിഡയിൽ. 1,70,000-ലധികം രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 60,000 കോടി ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റിന്റെ 80%-ഓളം ഗൗതം ബുദ്ധ നഗർ നേടിക്കഴിഞ്ഞു. വരും വർഷങ്ങളിൽ ജാപ്പനീസ് സിറ്റി, കൊറിയൻ സിറ്റി എന്നിങ്ങനെയുള്ള കൺസെപ്റ്റുകളിലൂടെ കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. മാർച്ച് 25 ആണിന്ന്. ഉത്തരേന്ത്യയിൽ തണുപ്പ് കാലം മാറി ചൂട് തുടങ്ങിയിരിക്കുന്നു. നോയിഡ ഗ്രേറ്റർ നോയിഡ എക്സ്പ്രസ് വേക്ക് അടുത്ത് തന്നെയായാണ് നമുക്ക് പോകേണ്ട ധൻകൗർ. ഇടതുവശത്ത് അല്പം മുകളിലായാണ് എക്സ്പ്രസ് വേ. ഇത് സർവീസ് റോഡാണ്. റോഡിന് ഇരുവശത്തും നിറയെ മരങ്ങളുള്ള ഭാഗമാണിവിടെ. വലതുവശത്തായി ചതുപ്പ് നിലങ്ങളാണ്. വളരെ പ്രസിദ്ധമായ ഗൗതം ബുദ്ധ യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ ഇടതുവശത്ത്. വളരെ വലിയൊരു ക്യാമ്പസാണ് ഈ യൂണിവേഴ്സിറ്റിക്കുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഗാൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിയാണുള്ളത്.
റോഡുകളെല്ലാം വളരെ മനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലായിടത്തും 4 വരി പാതയാണ്. റോഡിന് ഇരുവശത്തും നിറയെ മരങ്ങൾ വളർത്തിയിരിക്കുന്നു. ഡിവൈഡറിലുമുണ്ട് വൃക്ഷങ്ങളും ചെടികളും. ചില ഭാഗങ്ങളിൽ റോഡിനരികിലായി കൃഷിയിടങ്ങളുമുണ്ട്. ഗോതമ്പാണ് വിളവെടുപ്പിന് തയ്യാറായി ഇടതുവശത്തുള്ളത്. കൃഷിയും കാലിവളർത്തലും ഈ ഭാഗങ്ങളിലെ ഗ്രാമീണരുടെ പ്രധാന വരുമാന മാർഗം തന്നെയാണ്. ഇപ്പോൾ ഉച്ചയോടടുക്കുന്നു. സമയം 11:30 യമുന എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ പോകുന്നത്. 165 കിലോമീറ്റർ വരുന്ന യമുന എക്സ്പ്രസ് വേ ഗ്രേറ്റർ നോയിഡയെയും ആഗ്രയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. മുൻപ് ഇതിന്റെ പേര് താജ് എക്സ്പ്രസ് വേ എന്നായിരുന്നു. അങ്ങ് ദൂരെ മുകളിലായി വാഹനങ്ങളുമായി പോകുന്ന എക്സ്പ്രസ് വേ കാണാം. യമുന എക്സ്പ്രസ് വേക്ക് അടിയിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. ഇവിടെ നിന്നും ഇടതുവശത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ധൻകൗർ നഗരപഞ്ചായത്തിന്റെ ബോർഡ് സ്വാഗതമരുളുന്നു. ഇവിടെ നിന്നും ഒരാൾ ടൗണിലേക്ക് ലിഫ്റ്റ് ചോദിച്ചു കയറി. പണ്ട് ധൻകൗർ ബുലന്ദ്ഷഹർ ജില്ലയുടെ ഭാഗമായിരുന്നു. ഗാസിയാബാദ്, ബുലന്ദ്ഷഹർ ജില്ലകളിൽ നിന്നും പല ഗ്രാമപഞ്ചായത്തുകളും കൂട്ടിച്ചേർത്താണ് ഗൗതം ബുദ്ധ നഗർ ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കിയത്. ഡൽഹിയിൽ നിന്നും 55 കിലോമീറ്റർ മാറി യമുന നദിക്കരയിലാണ് ഈ പഞ്ചായത്ത്. ഒരു സ്ത്രീയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഉത്തർപ്രദേശിൽ ഇങ്ങനെ പല പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും വനിതാ സംവരണം നടപ്പിലാക്കിയിരിക്കുന്നു. 2011 സെൻസസ് അനുസരിച്ച് 13,520 ആണ് ഇവിടുത്തെ ജനസംഖ്യ. ആനുപാതികമായ വർധനവ് പിന്നീട് 14 കൊല്ലം കൊണ്ട് ഉണ്ടായിരിക്കണം. ദ്രോണാചാര്യ കോളേജ് എന്ന ഒരു കോളേജും ഇവിടെയുണ്ട്. ഒരു ITIയും പ്രവർത്തിക്കുന്നുണ്ട്. ധൻകൗറിന്റെ ടൗൺ ഭാഗമാണിത്. കൃഷിയും കാലിവളർത്തലും ഗ്രാമീണരുടെ പ്രധാന വരുമാന മാർഗങ്ങളാണ്. റോഡിന് ഇരുവശത്തുമായുള്ള ഇത്രയേറെ കടകൾ ഗ്രാമത്തിന്റെ ഉപഭോഗ നിലയെ സൂചിപ്പിക്കുന്നു. എന്റെ കൂടെ വന്നയാൾ ഇവിടെ ഇറങ്ങി. ഗ്രാമത്തിനടുത്തായുള്ള യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ ധാരാളമായി ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ട്. പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ വഴിയും ഗ്രാമീണർ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. വീടുകളെല്ലാം പല നിലകളിൽ പണിത് PGക്കായി കൊടുക്കുന്നു. ഇനി ഇടതുവശത്ത് അധികം ദൂരമില്ല ദ്രോണക്ഷേത്രത്തിലേക്ക്. ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് ചെന്നെത്തുന്നത്. ഇതിനപ്പുറമായാണ് ക്ഷേത്രം. പല വിധത്തിലുള്ള ആഘോഷങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഈ സ്ഥലത്ത് നടത്തുന്നുണ്ട്.
ക്ഷേത്രത്തിന് വലതുവശത്തായി കാണുന്നതാണ് നാട്യമണ്ഡപം. അതിനരികിലായി വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ ഏകലവ്യൻ്റെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഏകലവ്യനെ പറ്റി മഹാഭാരതത്തിൽ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. ഏകലവ്യൻ ജീവിച്ചിട്ടുണ്ടായിരുന്ന, അതായത് ഏകലവ്യൻ ഒരു നിഷാദ രാജകുമാരനായിരുന്നു. ഏകലവ്യൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. അദ്ദേഹത്തിൻ്റെ രാജ്യം സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്ന സ്ഥലമാണിത്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തു വന്നത്. അവിടേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ സ്ഥലത്തിനെ പറ്റി കൂടുതൽ നമുക്കറിയാം. നമ്മളിപ്പോൾ ഉള്ളത് മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ ഏകലവ്യൻ്റെ നാട്ടിലാണ്. ഏകലവ്യൻ ജനിച്ചു വളർന്നിട്ടുണ്ടായിരുന്ന സ്ഥലമാണിത്. ഗ്രേറ്റർ നോയിഡയിൽ, ഡൽഹിക്കടുത്ത് ഗ്രേറ്റർ നോയിഡയ്ക്ക് അടുത്ത് ഗൗതം ബുദ്ധ നഗറിലാണ് ഈ ധൻകൗർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയായിരുന്നു നിഷാദ രാജാവായ ഹിരണ്യധനുവിൻ്റെ കൊട്ടാരം. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഏകലവ്യൻ. ആ ഏകലവ്യൻ്റെ സ്ഥലമാണിത്. ഇവിടെയാണ് ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് വിരൽ മുറിച്ചു കൊടുത്തു എന്ന് പറയുന്നതൊക്കെ ഇവിടെ വെച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏകലവ്യൻ്റെയും ദ്രോണരുടെയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പണ്ട് ദ്രോണർ ഇവിടെ വന്ന് ഏകലവ്യനോട് വിരൽ ചോദിക്കുന്നതും അത് മുറിച്ചു കൊടുക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് ഇവർ ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു സരോവരം കാണാം. പക്ഷെ അതിൽ വെള്ളമില്ല. ഇതിപ്പോൾ കൂടിയും കച്ചറയൊക്കെ ആയിട്ട് കിടപ്പാണ്. പക്ഷേ ഇത് ആ കാലത്തുണ്ടായിരുന്ന, അതായത് മഹാഭാരത കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കുളം തന്നെയാണ്. അതിനെ പിന്നീട് നവീകരിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ കുളത്തിലൊരു പ്രത്യേകത ഉള്ളത്, ഇതിനൊരു ശാപഗ്രസ്തമായിട്ടുള്ള കുളം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൽ വെള്ളം ഒരിക്കലും ഉണ്ടാവില്ല. വെള്ളം വറ്റിപ്പോകുമെന്നാണ് പറയുന്നത്. ഒരിക്കലും മഴക്കാലത്ത് പോലും ഇതിൽ വെള്ളം ഉണ്ടാവില്ല. പണ്ട് യമുന നദി ഇവിടെ അടുത്താണ്. യമുന നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത്, ഈ നാട്ടിലൊക്കെ വെള്ളം വരുന്ന സമയത്ത് ഈ കുളത്തിൽ വെള്ളം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വറ്റിപ്പോകുമായിരുന്നു. അങ്ങനെ ഈ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിച്ചിരുന്നു എന്നുകൂടിയും ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഈ കുളത്തിന് ഒരു നടുവിലായിട്ടൊരു കിണറൊക്കെ കുഴിച്ച് അവർ നോക്കിയിരുന്നു. ഇതെന്താണ് കാരണം, ഇതിലെന്താ വെള്ളം ഇല്ലാത്തത് എന്നുള്ളത്. പക്ഷെ അതിന് കാരണമൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഇതിനിങ്ങനെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കെട്ടുകളൊക്കെ കെട്ടിയിട്ടുള്ളത്, ഈ കല്ലൊക്കെ കെട്ടിയിട്ടുള്ളത് പണ്ടത്തെ ചുടുകട്ടകൾ കൊണ്ടാണ്. ഒരു 500 വർഷത്തെ പഴക്കമാണ് ഇതിനിപ്പോൾ പറയുന്നത്. ഇതിൽ നമ്മൾ മുന്നോട്ട് നടന്നു പോയാൽ ഇവിടെ ചില നിർമ്മിതികളൊക്കെ കാണാം. ഇത് ക്ഷേത്രത്തിനോടനുബന്ധിച്ച്. ക്ഷേത്രം അതുപോലെ ഒരു 500 കൊല്ലത്തെ പഴക്കമുള്ള ക്ഷേത്രമാണ്. പിന്നീട് അതിന് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ ചില ഭാഗങ്ങൾ കാണാം. ഇത് പഴയതാണ്. ക്ഷേത്രത്തിൽ നിന്നും നദി ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പടവുകളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വെള്ളം ഇതിൽ നിറച്ച് നോക്കിയിട്ടുണ്ട്. ഈ പിന്നെ വന്ന സർക്കാരുകളൊക്കെ ഇതിൽ വെള്ളം നിറച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ വെള്ളം വറ്റി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു മരവാതിലുണ്ട്. ചവിട്ടുപടികളൊക്കെ ആയിട്ട് താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സിറ്റുവേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയും ഈ പഴയ കാലത്തെ നിർമ്മിതികളാണ് ഈ കാണുന്നതൊക്കെ. ഈ 2 വശത്തായിട്ടും കാണാനുണ്ട് ഇതേപോലെ തന്നെ. അതുപോലെ കുളത്തിലേക്ക് കാണാവുന്ന രീതിയിൽ മുകളിലും ചില ഭാഗങ്ങളുണ്ട് ഇതിന്. ഇപ്പോൾ കുളത്തിൽ വെള്ളമൊന്നുമില്ല. നടുക്കൊരു സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ഗ്രാമീണ കലാപരിപാടികളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അതിന് ഇതൊക്കെ ഉപയോഗിക്കുന്നു ഈ സ്ഥലമൊക്കെ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഗോശാലയാണ്. ആ ഗോശാല സമിതി തന്നെയാണ് ക്ഷേത്രം നടത്തിക്കൊണ്ട് പോകുന്നത്. കുളത്തിൻ്റെ 4 പാടും ഇതുപോലെ തന്നെ ഇഷ്ടികകൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട് ഇതിനെ. പക്ഷെ ഇപ്പോൾ ഇന്നതൊരു സ്റ്റേജ് പോലെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ധൻകൗർ എന്ന് പറഞ്ഞ സ്ഥലം, അതിന് പണ്ട് ദ്രോണകൗർ എന്നായിരുന്നു പേര്. ഇവിടെയായിരുന്നു നിഷാദ രാജാവിൻ്റെ രാജധാനി ഉണ്ടായിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നിഷാദ രാജാവാണെങ്കിൽ ഹിരണ്യധനു ജരാസന്ധൻ്റെ സാമന്തൻ ആയിരുന്നു. അതുപോലെ ജരാസന്ധൻ്റെ സേനാപതിയുമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ മകനായ രാജകുമാരനായിട്ടാണ്, നിഷാദ രാജകുമാരനായിട്ടാണ് ഏകലവ്യൻ്റെ ജനനം. നമ്മൾ ഈ സ്ഥലത്തെപ്പറ്റി പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാഭാരതത്തിൽ ഇത് പറയുന്നത് ആരവലി പർവ്വതനിരകൾക്കും അതുപോലെ യമുനാ നദിയുടെ അപ്പുറമായിട്ട് ഹസ്തനപുരിക്കും ഇടയ്ക്കായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഹസ്തനപുരി എന്ന് പറയുന്നത് ഇന്നത്തെ മീററ്റാണ്. അതുപോലെ ആരവലി മലനിരകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ ഡൽഹിയിൽ നിന്നാണ്. നമ്മുടെ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്ന റൈസാന കുന്നൊക്കെ ആരാവലിയുടെ ഫുഡ് ഹിൽസിലാണ് വരുന്നത്. പിന്നെ ദ്രോണരെ പറ്റി പറയുകയാണെങ്കിൽ ദ്രോണർ ഇവിടെ വന്ന് ഹസ്തിനപുരിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുധ പ്രയോഗങ്ങളിലുള്ള നിപുണത ഭീഷ്മർക്ക് അറിയാമായിരുന്നു. ഭീഷ്മരും അതുപോലെ തന്നെ അത്രയും പ്രഗത്ഭനായിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഭീഷ്മരത് അദ്ദേഹത്തിനെ അവിടെ അവരുടെ കുരുവംശത്തിൻ്റെ കുലഗുരുവായിട്ട് നിയമിച്ചു. അവിടെ താമസിച്ച് തന്നെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗുരുകുലം സ്ഥാപിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഗുഡ്ഗാവ് എന്ന് പറയുന്ന, ഗുരുഗ്രാം എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് കൗരവരും പാണ്ഡവരും, അതായത് കൗരവർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൗരവർ തന്നെ, കുരുവംശക്കാരാണ്. എങ്കിലും പാണ്ഡവരും ധാർത്തര രാഷ്ട്രരും, അതായത് 100 കൗരവർ എന്ന് പറഞ്ഞാൽ അവർ ധാർത്തര രാഷ്ട്രം, ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ. അവരും വിദ്യാഭ്യാസം നടത്തിയിട്ടുണ്ടായിരുന്നത് ഗുരുകുലത്തിലായിരുന്നു. അങ്ങനെ ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അസ്ത്രാഭ്യാസം പഠിക്കാൻ നിപുണനായിട്ടുള്ളത് ഗുരു അദ്ദേഹമാണെന്നുള്ളത് എല്ലായിടത്തും അറിയുന്നതായിരുന്നു, ലോകം മുഴുവൻ പ്രസിദ്ധമായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ നമ്മുടെ ഏകലവ്യനും ആഗ്രഹം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഏകലവ്യൻ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഇവിടെ നിന്നും അവിടെ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് ആഗ്രഹം അറിയിച്ചു. പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കുരുവംശത്തിൻ്റെ ട്യൂഷൻ ടീച്ചറായിട്ടായിരുന്നു ദ്രോണാചാര്യർ അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വേറെ ആരെയും പഠിപ്പിക്കാനുള്ള അനുവാദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. തന്നെയല്ല, ജരാസന്ധൻ കുരുവംശമായിട്ട് അത്ര അടുപ്പത്തിലല്ലായിരുന്നു അന്ന്. അതുകൊണ്ട് ഒരു ശത്രുവിൻ്റെ മകനെ പഠിപ്പിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അതിനാൽ തന്നെ അദ്ദേഹം അത് പറ്റില്ല എന്നുള്ളത് പറഞ്ഞ് അദ്ദേഹത്തിനെ തിരിച്ചയച്ചു ഏകലവ്യനെ. ഏകലവ്യനാണെങ്കിൽ ഇത് പഠിച്ചേ തീരൂ എന്നുള്ളതിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ നാട്ടിൽ തിരിച്ചെത്തി. ഇവിടെ കാടായിരുന്നു അന്ന്, ആരാവലി മലനിരകൾക്കപ്പുറം യമുനയുടെ തീരത്തുള്ള കാടായിരുന്നു ഈ ഭാഗമൊക്കെ. അപ്പോൾ അവിടെ അദ്ദേഹം ഗുരു ദ്രോണാചാര്യരുടെ ഒരു മൺപ്രതിമ ഉണ്ടാക്കി വെച്ച് അതിന് മുമ്പിൽ നിന്ന് ഭക്തിപൂർവം ആദരപൂർവം ഗുരുവിനെ വണങ്ങി അങ്ങനെയാണ് വിദ്യ അഭ്യസിച്ചത്. അങ്ങനെ ഏകലവ്യൻ സ്വയം ഈ വിദ്യയൊക്കെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അർജുനനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും കുരുവംശത്തിലെ മറ്റുള്ളവരും എല്ലാവരും ദ്രോണാചാര്യരുടെ ഗുരുകുലത്തിൽ അവിടെ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്കൊരു തോന്നലുണ്ടായി, തങ്ങളുടെ കഴിവുകളൊക്കെ ഒന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു നായാട്ടിന് പോകണം. അങ്ങനെ ഖാണ്ഡവനായിരുന്നു ഡൽഹിയൊക്കെ, അതിനപ്പുറമാണ് ഈ കാടുകളുള്ളത്. അപ്പോൾ അവിടേക്ക് അവരവിടെ ഒരു നായാട്ട് സംഘമായിട്ട് ഇവിടേക്ക് എത്തി. അപ്പോൾ ഇത് നിഷാദ രാജാവിൻ്റെ അതിർത്തിയിൽപ്പെട്ട ഭാഗമാണ്. എങ്കിൽ തന്നെ കൗരവരുടെ വംശം അത്രയും, കുരുവംശം വലിയ പ്രസിദ്ധമായിരുന്നു. അവരുടെ രാജധാനിയുടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരന്നു കിടക്കുമ്പോൾ അന്ന് അതിർത്തികളൊന്നും അത്ര നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ അവർ ഇവിടെ ഈ കാട്ടിലാണ് വന്നത് നായാട്ടിനായിട്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന കാട്ടിൽ നായയോടൊപ്പം നായാട്ടിനായിട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ വലിയൊരു കൂട്ടസംഘമായിട്ടാണ് അവരെത്തിയത്. അപ്പം നായ ഇങ്ങനെ കൂട്ടം തെറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകലവ്യൻ കാട്ടിലിങ്ങനെ നടക്കുന്നത് നായയുടെ ശ്രദ്ധയിൽ പെട്ടു. അപ്പോൾ അപരിചിതനെ കണ്ടപ്പോൾ നായ കുറച്ച് ബഹളം ഉണ്ടാക്കി ഏകലവ്യൻ്റെ നേർക്ക് പോയി. അപ്പം ഏകലവ്യൻ തൻ്റെ ബാണങ്ങൾ അയച്ച് നായയുടെ മുഖത്ത് വായ്ക്കുള്ളിൽ നിറച്ചു, അത് ശരങ്ങൾ കൊണ്ട് നിറച്ചു. നായ കുരയ്ക്കാനുള്ള ശക്തി പോലും ഇല്ലാതെ നിന്നുപോയി. പിന്നെ നായ അവിടെ നിന്ന് ഓടി ഈ കൗരവരുടെ അടുത്തേക്കാണ് ഓടിയെത്തുന്നത്. അപ്പം അങ്ങനെ ഓടിയെത്തി കഴിഞ്ഞപ്പോൾ ഇവരും അന്വേഷിച്ച് പോവുകയാണ് നായയെ. അവർ ചെന്ന് നായയെ കണ്ടപ്പോൾ അത്ഭുതമായിപ്പോയി. ഒറ്റ സമയത്ത് തന്നെ
നായയുടെ വായിൽ നിറച്ച് ബാണങ്ങൾ. അത് ഒരു പ്രാവശ്യം വായ തുറക്കുമ്പോഴേ അത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ആര് ഇത് ചെയ്തു എന്നുള്ള ഒരു അത്ഭുതത്തിലായിപ്പോയി അവരൊക്കെ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും, ആര് ചെയ്തു എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏകലവ്യനെ കണ്ടുമുട്ടുന്നത്. ഏകലവ്യനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഏകലവ്യനോട് ചോദിച്ചു, ഇത് നീയാണോ ചെയ്തത്? അപ്പോൾ അതെ. അപ്പോൾ നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഹിരണ്യധനുവിൻ്റെ പുത്രനാണ്, നിഷാദ രാജകുമാരനാണ്, ഇതാണ് ഞങ്ങളുടെ സ്ഥലം എന്നൊക്കെ ഏകലവ്യൻ പറയാണ്. അപ്പോൾ അർജുനനും അത്ഭുതമായി, ഇതെങ്ങനെ ഇതാരെ പഠിപ്പിച്ചത്? അപ്പോൾ ഇതാര് പഠിപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് ഗുരു ദ്രോണാചാര്യരാണ് പഠിപ്പിച്ചത്, അദ്ദേഹമാണ് എൻ്റെ ഗുരു എന്ന് ഏകലവ്യൻ പറയുകയാണ്. അപ്പോൾ അർജുനനും മറ്റുള്ളവർക്കൊക്കെ അത്ഭുതമായി, വിഷമമായി. ഞങ്ങളൊന്നും അറിയാതെ, തങ്ങളൊന്നും അറിയാതെ ദ്രോണാചാര്യർ ഇങ്ങനെയൊരു ശിഷ്യനുണ്ടോ, അതും ഇവരെക്കാട്ടിലും സമർത്ഥനായിട്ട്. അർജുനന് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു ഇങ്ങനെ അസ്ത്രങ്ങളൊക്കെ അയക്കുക എന്നുള്ളത് ഒരുമിച്ച്. അപ്പോൾ അർജുനന് അതിൽ ഭയങ്കര വിഷമമായി. അപ്പം ഇങ്ങനെ ഈ വശത്തൊക്കെ കാടായിരുന്നല്ലോ. അപ്പം ഇവിടെ നിന്ന് തിരിച്ചവർ ദ്രോണാചാര്യരെ അടുത്ത് ഇന്നത്തെ ഗുഡ്ഗാവിലേക്ക് അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ്, ഇത് ഞങ്ങളിങ്ങനെ ഒരു സംഭവം കണ്ടു. നായയുടെ വായുടെ ഉള്ളിൽ മുഴുവൻ ബാണങ്ങളായിരുന്നു. ബാണങ്ങൾ എടുത്തപ്പോൾ ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞിട്ടില്ല. അത്ര കൃത്യമായിട്ടാണ് ബാണങ്ങൾ അതിൻ്റെ വായിൽ നിറച്ചിരിക്കുന്നത്. ഇത് അന്വേഷിച്ചപ്പോൾ ഏകലവ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവാവാണ് ഇത് ചെയ്തത്. ആ യുവാവിൻ്റെ ഗുരു ദ്രോണാചാര്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ദ്രോണഗുരുവിനും അത്ഭുതമായി, എനിക്കിങ്ങനെ ഒരു ശിഷ്യനില്ല. അപ്പോൾ ഇതെങ്ങനെ, ഇതാരാണ് എന്താണെന്നുള്ള ഒരു ഇതിൽ അവയാളും അദ്ദേഹവും വരികയാണ് അവരുടെ കൂടെ. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് ദ്രോണാചാര്യരും നോക്കുകയാണ് ആരാണ് ആള്. അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടി ഏകലവ്യനെ കാട്ടിൽ. ഏകലവ്യനോട് ചോദിച്ചു, നീയാണോ ഏകലവ്യൻ? അതെ. അപ്പോൾ ഇത് ആരാണ് നിന്റെ ഗുരു? ദ്രോണാചാര്യരാണ്. അപ്പോൾ ഞാനാണ് ദ്രോണാചാര്യർ. എങ്ങനെയാണ് ഞാൻ നിന്റെ ഗുരുവായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ സംഗതികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് അഭ്യസിച്ചത്, ഈ പ്രതിമയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ദ്രോണാചാര്യർക്കും അത്ഭുതമായിപ്പോയി. ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ, അതും ഒരു ഗുരു നേരെ ഇല്ലാതെ ഗുരുവിൻ്റെ പ്രതിമ വെച്ചിട്ട് മാത്രം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഭയങ്കര കഴിവാണ്. അപ്പോൾ നാളെ ഇത് ഗുരുവംശത്തിന് അപകടമായി തീരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ദ്രോണാചാര്യർ ചോദിക്കുകയാണ്, വളരെ നിഷ്ഠൂരായിട്ടുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം എടുക്കുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, നിന്റെ ഗുരുദക്ഷിണ തരാനുള്ള സമയമായി, അങ്ങനെയാ ഞാൻ ഗുരുവാണെങ്കിൽ അത് തരൂ. അപ്പോൾ ഏകലവ്യൻ പറയാണ്, എന്തു വേണമെങ്കിലും അങ്ങേക്ക് ചോദിക്കാം, ഞാൻ എന്തും തരും. അപ്പോൾ പറയുന്നത്, നിന്റെ വലത് കൈയിൻ്റെ തള്ളവിരലാണ് എനിക്ക് ഗുരുദക്ഷിണയായിട്ട് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അസ്ത്രം അയക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹവും ഏകലവ്യനും. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഏകലവ്യന് എന്തുമാത്രം മനസ്സിന് വ്യഥയുണ്ടായിരിക്കും ആ സമയത്ത് ആലോചിച്ചു നോക്കിയാൽ. പക്ഷേ യാതൊരു ഉപേക്ഷയും കൂടാതെ ഏകലവ്യൻ ഈ അസ്ത്രത്തിൻ്റെ മുന കൊണ്ട് തന്നെ വിരൽ മുറിച്ച് അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ വിഗ്രഹം ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്താണ് അദ്ദേഹം പ്രതിഷ്ഠിച്ച്, ഈ ക്ഷേത്രത്തിനകത്താണ്. പിന്നീടാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ പണിയുന്നത്. 500 കൊല്ലമായിട്ടുള്ളൂ ഈ ക്ഷേത്രമൊക്കെ പണിതിട്ട്. ഇപ്പോൾ പുറത്ത് കാണുന്നതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ്. ഇതിനുള്ളിലാണ് മറ്റേ ക്ഷേത്രമുള്ളത്. അത് നമ്മളിപ്പോൾ അടുത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രതിമ വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഉണ്ടായിരുന്ന അദ്ദേഹം പൂജയൊക്കെ ചെയ്ത് ഈ അഭ്യാസം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ പ്രതിമ ഇതിനുള്ളിലുണ്ട്. അത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇവിടെ ഒരു കുളം, ഈ കിണർ കുഴിച്ചു എന്ന് പറഞ്ഞല്ലോ കുളത്തിനുള്ളിൽ. ആ സമയത്ത് അതിനുള്ളിൽ നിന്നാണ് ഈ പ്രതിമ കിട്ടിയത് എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ഏകലവ്യൻ അസ്ത്രം അയക്കാൻ ശ്രമിച്ചു നോക്കുമ്പോൾ ലക്ഷ്യം അത്ര പ്രാപ്തിയാവില്ല. അത് കണ്ട് അർജുനനും സന്തോഷമായി, ഗുരുവും തൃപ്തനായി. ഇനിയൊരു എന്താ പറയുക, കുരുവംശത്തിനൊരു എതിരാളി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പോടെ അവർ തിരിച്ചു പോവുകയാണ്. പക്ഷെ പിന്നീട് ഏകലവ്യൻ ആ മുറിവൊക്കെ വെച്ച് കെട്ടി പിന്നെയും പഠിച്ച്, അസ്ത്രവിദ്യയൊക്കെ പഠിച്ച് പിന്നെയും പ്രാഗൽഭ്യം തെളിയിക്കുന്നുണ്ട്. പിന്നെ ജരാസന്ധൻ്റെ സൈന്യത്തിൽ നല്ലൊരു പൊസിഷനിൽ ആൾ എത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് ആ സൈന്യത്തിലിരിക്കുമ്പോൾ തന്നെയാണ് ജരാസന്ധൻ വൃഷ്ണികളെ ആക്രമിക്കുന്നത്, യാദവ് കുലത്തിനെ. അതായത് നമ്മുടെ കൃഷ്ണൻ്റെ കുലത്തിനെ, യാദവരെ ആക്രമിക്കുന്നത്. അങ്ങനെ യാദവരെ ആക്രമിച്ച് പല പ്രാവശ്യം ജരാസന്ധൻ ആക്രമിക്കുന്നുണ്ട്. അതിലൊക്കെ ഏകലവ്യനും നായകസ്ഥാനത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു യുദ്ധത്തിൽ വെച്ചിട്ട്
ഏകലവ്യനെ കൃഷ്ണൻ വധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ബലരാമനെ പോലും എതിർക്കുന്നുണ്ട് ഏകലവ്യൻ. അത്ര കഴിവുള്ള ഒരാളായിരുന്നു ഏകലവ്യൻ. അത് കഴിഞ്ഞ് ഈ ഏകലവ്യൻ്റെ വധത്തിനെ പറ്റിയിട്ട് ഈ ശ്രീകൃഷ്ണൻ പറയുന്നത് ദ്രോണപർവ്വത്തിലാണ് ഈ സംഗതികളൊക്കെ പറയുന്നത്. ദ്രോണരുടെ വധത്തിന് ശേഷം ഇതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ സമയത്താണ് ഏകലവ്യനെ വധിച്ച കാര്യം പറയുന്നത്. ഏകലവ്യൻ അഥവാ ജീവിച്ചിരുന്നെങ്കിൽ കൗരവപക്ഷത്ത് നിന്നിട്ട് യുദ്ധം ചെയ്തേനെ എന്നാണ് അദ്ദേഹം കൃഷ്ണൻ പാണ്ഡവരോട് പറയുന്നത്. പിന്നെ ജരാസന്ധൻ്റെ കാര്യം നമ്മൾക്കറിയാം. ജരാസന്ധൻ കൃഷ്ണനെ പോലും മധുരയെ ആക്രമിച്ച്, മഗധയിൽ നിന്ന് വന്ന് മധുരയെ ആക്രമിച്ച് കൃഷ്ണനെ പോലും ഓടിച്ചതാണ് അവിടുന്ന്. യാദവർ അവിടുന്ന് ഓടി ദ്വാരകയിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ദ്വാരകയിലെത്തിയിട്ടാണ് അവർ അവരുടെ രാജ്യം സ്ഥാപിച്ചത്. പിന്നെ ഭീമന്റെ സഹായത്താൽ ഭീമനെ കൊണ്ടുവന്നിട്ടാണ് ഭീമനും അർജുനനും കൃഷ്ണനും കൂടി പോകുമ്പോഴാണ് ദ്വന്ദ്വയുദ്ധത്തിൽ ഭീമൻ ജരാസന്ധനെ വധിക്കുന്നത്. ജരാസന്ധനെ വധിച്ചതിന് ശേഷം ജരാസന്ധൻ്റെ മകനായിരുന്ന സഹദേവനാണ് രാജ്യം ഭരിച്ചത്. സഹദേവൻ പിന്നീട് മഹാഭാരത യുദ്ധസമയത്ത് പാണ്ഡവപക്ഷത്ത് നിന്നിട്ടാണ് യുദ്ധം ചെയ്തത്. അതൊക്കെയാണ് നമ്മുടെ മഹാഭാരത കഥ. ഇനി ക്ഷേത്രത്തിനകത്തുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ സമയം 4 മണി ആവുന്നതേ ഉള്ളൂ, 3 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ കാലത്ത് എത്തിയതാണ്, 12 മണിയോട് കൂടിയിട്ടാണ് എത്തിയത്, ട്രാഫിക് ജാമൊക്കെ ആയപ്പോൾ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 60 കിലോമീറ്ററോളമാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി. അപ്പോൾ എത്തിയപ്പോൾ ക്ഷേത്രം അടച്ച സമയമാണ്, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഇത് കണ്ടതിന് ശേഷം മാത്രമേ ഇനി പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇനിയും ഒരു 3/4 മണിക്കൂർ കഴിയണം ക്ഷേത്രം തുറക്കാൻ. അപ്പോൾ ക്ഷേത്രം തുറന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിനകത്തുള്ള ആ വിഗ്രഹങ്ങളും മറ്റും കാണാം. ഇപ്പോൾ ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്, മഹാഭാരതകാലീൻ ശ്രീ ദ്രോണാചാര്യ മന്ദിർ, ധൻകൗർ, ഗൗതം ബുദ്ധ നഗർ. ഏകദേശം 500 വർഷം പുരാതനമായിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ക്ഷേത്രമാണിത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീ ദ്രോണ ഗൗശാലയാണ്, സമിതിയാണ് ഈ ക്ഷേത്രം ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം തുറക്കുന്നത് കാലത്ത് 5:10 തുറന്നു കഴിഞ്ഞാൽ 12 മണിക്ക് അടച്ച്, പിന്നെ 4 മണിക്ക് തുറന്ന് 9 മണി വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 9 മണിക്കോടുകൂടി ആരതിയോടുകൂടി ക്ഷേത്രം അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ക്ഷേത്ര സമയം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ബോർഡാണ് ഇവിടെ കാണുന്നത്. പക്കാ കുണ്ട് ഏവം പ്രാചീന മന്ദിർ, ധൻകൗർ, ദാദ്രി, ബുലന്ദ്ഷഹർ. ഒരു പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ്, മേസൺറി ടാങ്ക് ആൻഡ് ആൻഷ്യൻ ടെമ്പിൾ, ധൻകൗർ, ദാദ്രി, ബുലന്ദ്ഷഹർ. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രനട തുറന്നു, 4 മണിയായി. അപ്പം ഞാനും ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ ഒരു ഹാളാണ്, ഒരു മണ്ഡപമാണ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇതാണ്. ഇവിടെ ഭണ്ഡാരയൊക്കെ നടക്കുന്നതാണ്, ഭക്ഷണമൊക്കെ വിതരണം ചെയ്യുന്നതാണ്. ഇങ്ങനെ വലിയൊരു ഹാളാണ്. ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അവിടെയാണ് കവാടമുള്ളത്. ഇത് പിന്നീട് പണിതിട്ടുള്ളതാണ്, ഇതാദ്യം ഉണ്ടായിരുന്നതല്ല. ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ. ഇവിടെ മുതലാണ് ക്ഷേത്രത്തിൻ്റെ പണ്ടുണ്ടായിരുന്ന ഭാഗങ്ങൾ. ഇതിലെ വാതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പഴയൊരു വാതിലാണ്, മരം കൊണ്ടുള്ള പഴയൊരു വാതിലാണ് ഇതിനുള്ളത്. മരം കൊണ്ടുള്ള വാതിലാണ് ഇതിനുള്ളത്. 2 വശത്തും മരം കൊണ്ടുള്ളതാണ്. വലിയൊരു മണി ഞാത്തിയിട്ടുണ്ട്. ഉള്ളിലാണ് ക്ഷേത്രം. ഈ കാണുന്നതൊക്കെ പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവിടെയും ഒരു പഴയ വാതിൽ കാണാം. ഇത് നമ്മൾ നേരത്തെ കണ്ട കുളത്തിലേക്കുള്ള ഭാഗമാണ്. ഇവിടെ നിന്നാണ് കുളത്തിലേക്ക് പോകുന്നത്, താഴത്തേക്ക് ഇറങ്ങി പോകുന്നത്. ഇതൊരു ശിവാലയമാണ്, ശിവക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. ശനിദേവനാണ് മുന്നിലുള്ളത്. ശിവാലയമാണ് ഇതിവിടെ വരുന്നത്. നമുക്കത് ദർശനം നടത്താം. അതിനുശേഷം മറ്റുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെയാണ് ശിവാലയം ഉള്ളത്.
ഇതാണ് ആ കുളത്തിൽ നിന്ന് കണ്ടെടുത്ത ഈ ഗുരുവിൻ്റെ മൂർത്തി. ഈ മൂർത്തിക്ക് മുമ്പിലിരുന്നാണ് ഏകലവ്യൻ അസ്ത്രവിദ്യ അഭ്യസിച്ചത്. ആ മൂർത്തിയാണ് ഇത്. അദ്ദേഹത്തിൻ്റെ മുഖമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദ്രോണാചാര്യരുടെ മണ്ണുകൊണ്ട്. ഇത് കൂടാതെയും വേറെയും കുറേ ഇതുണ്ട്. ഇവിടെ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പൂർണ്ണകായ പ്രതിമ. സന്തോഷി മാതയുടെ ഇതാണ്. ഇതൊരു കാളി പ്രതിഷ്ഠയാണ്. ഇവിടെ ദുർഗാ പ്രതിഷ്ഠയാണ്. ഈ കാണുന്നതൊക്കെ ഒരു 100 കൊല്ലത്തിനുള്ളിലായിട്ട് വന്നിട്ടുള്ള പ്രതിഷ്ഠകളാണ്. ഈ കാണുന്ന ക്ഷേത്രം, ശിവക്ഷേത്രം നേരത്തെ കണ്ടത്, ഇതെല്ലാം പിന്നീട് വന്നിട്ടുള്ളതാണ്. ഇവിടെ വേറെയുണ്ട്. ഇവിടെ ശിവനാണ്, ശിവപാർവതിമാരുടെയാണ് പ്രതിഷ്ഠ. ഇവിടെ വിഘ്നേശ്വര പ്രതിഷ്ഠയാണ്. ഇത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഹനുമാനുമാണ് ഇവിടെ പ്രതിഷ്ഠ. ഈ പൂജാരിമാരുടെ വാസസ്ഥലം ഇതിനുള്ളിൽ തന്നെയാണ്. ഇവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത്. ഇത് കൂടാതെ ഉള്ളത് അതിനപ്പുറത്തൊരു വേറൊരു ഉള്ളത് ബാക്കി ബിഹാരി എന്ന് പറഞ്ഞിട്ടൊരു കൃഷ്ണൻ്റെ അമ്പലമാണുള്ളത്. രാധാകൃഷ്ണനാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്, ബാക്കി ബിഹാരി. ഇവിടെയും പല പ്രതിഷ്ഠകളുണ്ട്. പഞ്ചമുഖി ഹനുമാൻ, വിശ്വകർമാവ്, പിന്നെ ബർബരീക്ക്, ഹനുമാൻ, ദേവി, ഇത് നമ്മുടെ തിരുപ്പതി വെങ്കടാചലപതി, വിഷ്ണു, ലക്ഷ്മി, സരസ്വതി, ദുർഗ, ഗണപതി,
ശിവകുടുംബം, അങ്ങനെ പല പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ട്. ഈ ക്ഷേത്രത്തിനെ പറ്റി അധികം ആർക്കും അറിവില്ല. ശരിക്ക് പലരോടും ഞാൻ അന്വേഷിച്ചപ്പോഴും ഇതിനെപ്പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. ഗൂഗിളിൽ വളരെ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു ക്ഷേത്രത്തിനെ പറ്റി അറിയാൻ പറ്റിയത്. ഇവിടെ ഏകലവ്യൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏകലവ്യ ഉദ്യാൻ എന്നുള്ള പേരിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഏകലവ്യൻ്റെ സ്മരണകൾ ഉണരുന്ന സ്ഥലങ്ങളാണിത്. ആ സ്മരണകൾ നിലനിൽക്കുന്ന സ്ഥലം. അർജുനനേക്കാൾ വില്ലാളിയായ ഏകലവ്യൻ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. പണ്ടിവിടെ കാടായിട്ട് കിടക്കണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ ഈ വിഗ്രഹം, അതായത് ഈ മൂർത്തി മണ്ണുകൊണ്ടുള്ള ദ്രോണരുടെ മൂർത്തി കണ്ടെടുത്തതിന് ശേഷമാണ് ഒരു ക്ഷേത്രം പണിതത്. അത് ഒരു 500 കൊല്ലത്തെ പഴക്കമാണുള്ളത്. അതിന് ശേഷമാണ് പിന്നെ കാണുന്ന നിർമ്മിതികളെല്ലാം പിന്നെ ഉണ്ടായത്. അങ്ങനെ ഇന്നത്തെ ഏകലവ്യൻ്റെ സ്ഥലത്തിനെ പറ്റിയുള്ള അന്വേഷണം അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ചിനി ഗാസിയാബാദിലേക്ക്, ഞാൻ താമസിക്കുന്ന ഷാലിമാർ ഗാർഡനിലേക്ക് തിരിച്ചു പോകണം. ഇവിടെ നിന്ന് ഏകദേശം 60 കിലോമീറ്ററാണുള്ളത്. അതായത് ഡൽഹിയിൽ നിന്ന് ഇത് 60 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം. മോട്ടറബിൾ വരാവുന്നതാണ്. റോഡ് എക്സ്പ്രസ് വേ, നോയിഡ എക്സ്പ്രസ് വേ വരുന്നുണ്ട്. അവിടെ നിന്നും ഉള്ളിലേക്ക് പോന്നിട്ടാണ് ഈ ഗ്രാമമുള്ളത്, ധൻകൗർ എന്നുള്ള ഗ്രാമമുള്ളത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ്. ഏകലവ്യൻ്റെ ഓർമ്മകളുമായിട്ട് പോവുകയാണ്. പണ്ടൊരു കാലത്ത് വനമായിട്ടുണ്ടായിരുന്ന ഈ സ്ഥലം ഇന്നിപ്പോൾ പട്ടണമായി മാറിയിരിക്കുന്നു. എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ വലിയൊരു ഗൗതം ബുദ്ധ നഗറിലൊരു കോളേജുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്. ഗൗതം ബുദ്ധ നഗർ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ ചുറ്റുവട്ടത്ത് നിറച്ച് സ്റ്റുഡൻസിന് താമസിക്കാനുള്ള കാര്യങ്ങളുണ്ട്. PG അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ വശം മുഴുവൻ അതാണ് കാണുന്നത്. എല്ലാവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും അത് തന്നെയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. ദ്രോണാചാര്യരുടെ ക്ഷേത്രം, ആ വീഡിയോ ഇവിടെ തീരുകയാണ്. നന്ദി, നമസ്കാരം.